കണ്ട പഴം ഇങ്ങനെ ചീത്തയായി പോട്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം ചെയ്യുന്നൊരു പണിയാണ്, എപ്പോഴും ഇല്ല വല്ലപ്പോഴൊക്കെ ചെയ്യുന്ന പണിയാണ്. ചെറിയ ഉണ്ണിയപ്പം എന്ന് പറയാൻ വലിയ ഉണ്ണിമധുരം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് ഇത് അരിപ്പൊടിയാട്ടോ. ഞാൻ ഇപ്പോൾ 2 പഴം എടുക്കാൻ പോണേ. അപ്പോൾ ഈ കപ്പിൽ ഞാനൊരു 1.5 കപ്പ് അരിപ്പൊടി എടുക്കാൻ പോണേ കേട്ടോ. ഇപ്പോൾ ഒരു കപ്പ് എടുത്ത് 1/2 കപ്പും കൂടി ഞാൻ ഇട്ടേക്കാം. പിന്നെ 1.5 കപ്പ് നമ്മുടെ ആട്ടപ്പൊടിയും കൂടി എടുക്കുക കേട്ടോ. സെയിം കപ്പിൽ തന്നെ എടുക്കണം എപ്പോഴും. പിന്നെ ഒരു കപ്പ്, ഇത് 1 കപ്പ് എടുക്കുന്നുള്ളൂ സെൽഫ് റൈസിങ് ഫ്ലോർ. മൈദ പ്ലെയിൻ ഫ്ലോർ ആണ്. പ്ലെയിൻ ഫ്ലോർ എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് സെൽഫ് റൈസിങ് ഫ്ലോർ ആയിട്ട് എടുത്തേ. പ്ലെയിൻ ഫ്ലോർ ആയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇട്ടാൽ. ഇപ്പോൾ സെൽഫ് റൈസിങ് ഫ്ലോർ പിന്നെ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ മൈദയായിട്ട് കിട്ടുമെന്ന് ചോദിക്കാൻ ഇവിടുത്തെ കടകൾ. അപ്പോൾ അല്ലെങ്കിൽ പ്ലെയിൻ ഫ്ലോർ അല്ലെങ്കിൽ സെൽഫ് റൈസിങ് ഫ്ലോർ വാങ്ങിച്ചാൽ മതി കേട്ടോ, നിങ്ങൾ മൈദയ്ക്ക് പകരമുള്ള പർപ്പസിന്. ഇനി ഇതിനകത്ത് ഇച്ചിരി ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടേക്കാം. 2 ടീസ്പൂൺ റവയും കൂടി ഇട്ടേക്കാം. അപ്പോൾ ഒരു ക്രിസ്പിനെസ് വരുമല്ലോ. അയ്യോ, കുറച്ച് റവ പുറത്തേക്ക് കേട്ടോ. എന്നാലും റവയ്ക്ക് ഒരു ഗ്രിപ്പ്, ഒരു തരിതിരിപ്പ് കിട്ടുമല്ലോ റവ ഇട്ടേന്ന്. വീട്ടിന് ഇതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ. ചുമ്മാ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് വെച്ച്, എൻ്റെ വിസ്ക് ഒന്നും കാണാനില്ല. എനിക്ക് പണി തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പണി തീർത്തോളാം. അധികം നേരം വെച്ചോണ്ടിരിക്കും ക്ഷമയില്ല. അപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ തട്ടിമുട്ടി ആക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ജാറിലാണ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിക്കാൻ പോകണം. അപ്പോൾ ഒരു പഴവും കുറച്ച് അതിൻ്റെ പകുതി പൊടിയും ശർക്കര കുറച്ച് പാനിയൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മധുരം അനുസരിച്ച് ഞാൻ അത്യാവശ്യം വലിയൊരു കഷ്ണം, ഒരു 100-200 ഗ്രാമുള്ളൊരു കഷ്ണം ശർക്കര എടുത്തിട്ടാട്ടോ പാനിയൊക്കെ വെച്ചേക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ശരിക്കും അടിച്ചെടുക്കാം കേട്ടോ. തേങ്ങ കൊത്ത് വേണമെന്നുള്ളവർക്ക് തേങ്ങ കൊത്തിടാം, അല്ലെങ്കിൽ ഇച്ചിരി തേങ്ങ വറുത്തിടണമെന്നുള്ളവർക്ക് അത്ര. ഞാനിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, പെട്ടെന്ന് ഉണ്ടാക്കുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഇല്ലാണ്ടാട്ടോ ചെയ്യുന്നത്. നമ്മൾ അരച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി വന്നേക്കണേ. ഇതിപ്പോൾ അരച്ച് വന്നപ്പോഴും മനസ്സിലായി കുറേ ആയിപ്പോയി. പക്ഷെ അമ്മ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിച്ചോളൂ കേട്ടോ, അവർക്ക് ഇഷ്ടം. ഉണ്ണിയപ്പം എന്ന് പറയാം, ഞാൻ പറയാം ഉണ്ണിയപ്പം. തനി ഉണ്ണിയപ്പത്തിൻ്റെ ഇത് റെസിപ്പി നല്ലതായിരിക്കും അല്ലേ. നമുക്ക് വേഗം ഉണ്ണിയപ്പം ചുട്ടിട്ട് വരാം. നമുക്കിത് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ അരച്ച് വെച്ച് സ്ട്രെയിറ്റ് അവേ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി വെച്ച് അങ്ങനെ തന്നെ ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, നല്ല ക്രിസ്പി പുറത്തും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അച്ച് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടെന്താണ് നമ്മുടെ ഈ അടുപ്പുമ്പോൾ തന്നെ വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള അച്ചാട്ടോ. ഒരു ബാർബിക്യൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊന്ന് പയ്യെ എല്ലാം നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഞാനൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം, അരച്ചിടാം കേട്ടോ. ഭാഗത്ത് നന്നായിട്ട് മരിഞ്ഞു. ഇച്ചിരി മാവ് ഒഴിച്ചിട്ട് കൂടിപ്പോയി തോന്നുന്നു. ചിലതൊക്കെ പുറത്തേക്ക് നമ്മുടെ അഗ്നിപർവ്വതം പോണ പോലെ കണ്ടോ, അങ്ങനെ ഇടയ്ക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ട് ഇനി എന്തെങ്കിലും കുറേ കൂടി ഉണ്ടാക്കാനുണ്ട്. പക്ഷെ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് നല്ല ചൂടുണ്ട്. ചൂടില്ലാത്ത വന്നെടുത്ത് കാണിക്കാൻ. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വായിട്ടാൽ അലിഞ്ഞോ